എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ പ്രഭാതവന്ദനം അറിയിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വെളിപ്പാട് പുസ്തകം 18-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. വെളിപ്പാട് 18-ന്റെ 1 മുതൽ 8 വരെ. അനന്തരം ഞാൻ വലിയ അധികാരമുള്ള മറ്റൊരു ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് കണ്ടു. അവൻ്റെ തേജസ്സിനാൽ ഭൂമി പ്രകാശിച്ചു. അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞത്, വീണുപോയി, മഹതിയാം ബാബിലോൺ വീണുപോയി, ദുർഭൂതങ്ങളുടെ പാർപ്പിടവും സകല അശുദ്ധാത്മാക്കളുടെയും തടവും അശുദ്ധിയും അറപ്പ് ഉള്ള സകല പക്ഷികളുടെയും തടവും ആയിത്തീർന്നു. അവളുടെ വേശ്യാവൃത്തിയുടെ ക്രോധമദ്യം സകല ജാതികളും കുടിച്ചു. ഭൂമിയിലെ രാജാക്കന്മാർ അവളോട് വേശ്യാസംഗം ചെയ്യുകയും ഭൂമിയിലെ വ്യാപാരികൾ അവളുടെ പുളപ്പിൻ്റെ ആധിക്യത്താൽ സമ്പന്നരാകുകയും ചെയ്തു. വേറൊരു ശബ്ദം സ്വർഗത്തിൽ നിന്ന് പറയുന്നതായി ഞാൻ കേട്ടത്, എൻ്റെ ജനമായുള്ളവരെ, അവളുടെ പാപങ്ങളിൽ കൂട്ടാളികളാകാതെയും അവളുടെ ബാധകളിൽ ഓഹരിക്കാരാകാതെയും ഇരിപ്പാൻ അവളെ വിട്ട് പോരുവിൻ. അവളുടെ പാപം ആകാശത്തോളം കുന്നിച്ചിരിക്കുന്നു, അവളുടെ അകൃത്യം ദൈവം ഓർത്തിട്ടുമുണ്ട്. അവൾ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങൾ അവൾക്ക് പകരം ചെയ്യുവിൻ. അവളുടെ പ്രവൃത്തികൾക്ക് തക്കവണ്ണം അവൾക്ക് ഇരട്ടിച്ച് കൊടുപ്പിൻ. അവൾ കലക്കിത്തന്ന പാനപാത്രത്തിൽ അവൾക്ക് ഇരട്ടി കലക്കി കൊടുപ്പിൻ. അവൾ തന്നെത്താൻ മഹത്വപ്പെടുത്തി പുളച്ചിടത്തോളം അവൾക്ക് പീഡയും ദുഃഖവും കൊടുപ്പിൻ. രാജ്ഞിയായിട്ട് ഞാൻ ഇരിക്കുന്നു, ഞാൻ വിധവയല്ല, ഞാൻ ദുഃഖം കാണുകയുമില്ല എന്ന് അവൾ ഹൃദയം കൊണ്ട് പറയുന്നു. അത് നിമിത്തം മരണം, ദുഃഖം, ക്ഷാമം എന്നിങ്ങനെ അവളുടെ ബാധകൾ ഒരു ദിവസത്തിനുള്ളിൽ തന്നെ വരും. അവളെ തീയിലിട്ട് ചുട്ടുകളയും. അവളെ ന്യായം വിധിച്ച ദൈവമായ കർത്താവ് ശക്തനല്ലോ. കർത്താവിൻ്റെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പുതിയ ഒരു പ്രഭാതം നമ്മുടെ ആയുസ്സിൽ കർത്താവ് ദാനമായി നൽകി. 18-ാം അധ്യായം ബാബിലോണിൻ്റെ പതനത്തെക്കുറിച്ചാണ് കൂടുതൽ പ്രതിപാദിക്കുന്നത്. നമ്മൾ വായിച്ച വേദഭാഗത്ത് അതിൻ്റെ വീഴ്ച പ്രഖ്യാപിക്കുകയാണ്. തുടർന്ന് ബാക്കിയുള്ള ഭാഗം 9 മുതലുള്ള വാക്യങ്ങളിൽ വീഴ്ച ബാധിച്ച നിസ്സഹായരുടെ വിലാപമാണ്. മഹാനഗരത്തിൻ്റെ സ്വഭാവത്തിൻ്റെ ആഴമായ അപഗ്രഥനം ഇവിടെ ഉണ്ട്. തുടർന്ന് അതിൻ്റെ ന്യായവിധിയെ ഒന്ന് കൺക്ലൂഡ് ചെയ്ത് നമുക്ക് ലഭിക്കുന്നുമുണ്ട്. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു ദൂതനാണ് ബാബിലോണിൻ്റെ വീഴ്ച പ്രഖ്യാപിക്കുന്നത്. ദൈവമഹത്വത്തിൻ്റെ പ്രഭ ഭൂമിയിൽ ശോഭിക്കാൻ അയാൾ ഇടയാക്കുന്നു. അവൻ്റെ മഹത്വത്തിൽ ഭൂമി പ്രഭാപൂരിതമായി. ജർമ്മൻ പണ്ഡിതനും ബിഷപ്പും ആയിരുന്ന ലോസിയുടെ അഭിപ്രായം, പുറകെ വരുന്ന മ്ലാനഭാഗവുമായി ഇതിന് വൈരുദ്ധ്യാത്മക ധർമ്മമാണ് ഉള്ളത് എന്ന് പറയുന്നു. ബാബിലോണിൻ്റെ പതനം ഒരു സദ്വാർത്തയാണ് എന്ന് സമ്മതിക്കാൻ വിഷമമുള്ളവരുടെ കൂട്ടത്തിലായിരിക്കാം ഒരു പക്ഷെങ്കിൽ അദ്ദേഹം. അങ്ങനെ അദ്ദേഹത്തെ പോലെ ധാരാളം പണ്ഡിതന്മാർ വിവിധ ദൈവശാസ്ത്രങ്ങൾ ചെയ്തിട്ടുള്ളതുപോലെ വാസ്തവത്തിൽ രാജാക്കന്മാരോടും വ്യാപാരികളോടും ചേർന്ന് നിൽക്കുന്നവരാവാം. ദൂതൻ്റെ ഇറങ്ങി വരവ് യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായത്തിലെ ദൈവമഹത്വത്തിൻ്റെ തിരിച്ചുവരവ് സൂചിപ്പിക്കുന്നതാണ്. മഹാസർപ്പത്തെ ബന്ധിക്കാൻ മറ്റൊരു ദൂതൻ ആവശ്യമായിരിക്കുന്നു. പുതിയ യെരുശലേം ഇറങ്ങി വരും മുമ്പ് സാത്താനെ ദഹിപ്പിച്ച് കളയാൻ അഗ്നിയും ഇറങ്ങി വരണം. ദൈവം തൻ്റെ മഹത്വത്തോടും വിശുദ്ധിയോടും ഇറങ്ങി വന്ന് ജനങ്ങളുടെ ഇടയിൽ പാർക്കുന്നതിനുള്ള വഴി ഒരുക്കുകയാണ് ബാബിലോണിൻ്റെ പതനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വീണു എന്ന് പറയുന്നു. ബാബിലോൺ വീണു എന്ന പ്രയോഗം യെശയ്യാപ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൻ്റെ ഒരു ഉദ്ധരണിയാണ്.
യോഹന്നാന് അതിനെക്കുറിച്ച് തികഞ്ഞ ഉറപ്പുണ്ട്. തൻ്റെ കാലത്ത് ചോദ്യം ചെയ്യപ്പെടാത്ത മഹാശക്തിയായി റോമ നിൽക്കുമ്പോൾ പ്രവാചക ഭാഷയിൽ അതിൻ്റെ പതനത്തെക്കുറിച്ച് ഒരു നിവർത്തിത വർത്തമാനകാലത്തിൽ യോഹന്നാൻ പറയുന്നു. അത് ഭൂതങ്ങളുടെയും ദുഷ്ടാത്മാക്കളുടെയും പക്ഷികളുടെയും വാസസ്ഥലമായി തീർന്നിരിക്കുന്നു. ഗർവുള്ള നഗരങ്ങൾ നാശകൂമ്പാരങ്ങളായി മാറുന്നതും ദുർഭൂതങ്ങളും മൃഗങ്ങളും വിഹരിക്കുന്ന ശൂന്യസ്ഥലങ്ങളായി രൂപാന്തരപ്പെടുന്നതുമായ ചിത്രം പ്രവാചകർ പലപ്പോഴും അവതരിപ്പിക്കുന്നുണ്ട്. ബെർലിനെ രണ്ടായി വേർതിരിക്കുന്ന മതിലിൻ്റെ ഇരുവശവും കാണുമ്പോഴെല്ലാം നമുക്ക് ഈ ഒരു പ്രത്യേകതയെക്കുറിച്ച് വേണമെങ്കിൽ വിലയിരുത്താം. ഒരു കാലത്ത് മൂന്നാം സാമ്രാജ്യത്തെ മുഴുവൻ നിയന്ത്രിച്ചുകൊണ്ട് ഹിറ്റ്ലർ വാണരുളിയ നഗരഹൃദയം നഷ്ടശിഷ്ടങ്ങളുടെ ഒരുതരം ഊഷര പ്രദേശമായി മാറി. മുയലുകളും മൂഷികരുമൊക്കെ ഓടി നടക്കുന്ന ശൂന്യ സ്ഥലമായി തീർന്നു. എന്നാൽ സാഹിത്യപരമായ ഈ ഉപയോഗത്തിന് അല്ലെങ്കിൽ ആ ഒരു പ്രയോഗത്തിന് അതീതമായി ആഴമായ ഒരു സത്യമുണ്ട്. നീറോയോ ഹിറ്റ്ലറോ അവശേഷിപ്പിച്ചു പോകുന്ന ഊഷര സ്ഥലം ആ സാമ്രാജ്യങ്ങളുടെ പതനം കഴിഞ്ഞ് വളരെ കാലം ദുഷ്ടാത്മാക്കളുടെ വികാരഭൂമിയായിത്തീരുന്നു. ആത്മീയമായ രീതിയിൽ സാമ്രാജ്യങ്ങളുടെ പതനവുമായി പൊരുത്തപ്പെട്ടു പോവുക വളരെ പ്രയാസമാണ്. ഇവിടെ നമ്മൾ വായിച്ച ഭാഗത്ത് അവളുടെ പരസംഗത്തിൻ്റെ ക്രോധത്തിൻ്റെ വീഞ്ഞിൽ നിന്നും ജനതകൾ കുടിച്ച് മത്തരായിരിക്കുന്നു. പരസംഗത്തിൻ്റെ രാഷ്ട്രീയ സ്വഭാവം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഭൂമിയിലെ രാജാക്കന്മാർ റോമയുടെ മഹാവലയത്തിൽ വീണിരിക്കുന്നു. ഭൂമിയിലെ വ്യാപാരികൾ റോമയുമായുള്ള വ്യാപാരത്താൽ സമ്പന്നരായി. പിടിച്ചടക്കുന്നതിലും വെറും ശക്തിയിലും മാത്രമല്ല, അധികാരത്തിൻ്റെയും വൻ ധനത്തിൻ്റെയും ആഡംബരത്തിൻ്റെയും ആകർഷണത്തിലും സാമ്രാജ്യങ്ങൾ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നു. ചക്രവർത്തി പൂജയും അതുപോലെ പീഡിപ്പിക്കാനുള്ള റോമ ആധിപത്യത്തിൻ്റെ താല്പര്യവുമൊക്കെ അന്ന് നിലനിന്നിരുന്നു. എന്നാൽ അതിനേക്കാൾ ഉപരിയായി ആകർഷിക്കാനും വികലീകരിക്കാനുമുള്ള അതിൻ്റെ ശക്തിയിൽ യോഹന്നാൻ അപകടം കാണുകയാണ്. ഈ രണ്ടാമത്തെ ഘടകം ഇന്നും വളരെ പ്രസക്തമാണ്. വിശേഷിച്ച് സമ്പന്നരായ ക്രിസ്ത്യാനികൾ സമൃദ്ധിയുടെയും വിജയത്തിൻ്റെയും കമ്പോള മതത്തിൽ ചേരാൻ ആകർഷിക്കപ്പെടാം. എന്നാൽ ബാബിലോണിൽ നിന്നും റോമിൽ നിന്നും മൂലധന സങ്കേതങ്ങളിൽ നിന്നും പുറപ്പെട്ടു പോരാനാണ് ജനങ്ങൾ വിളിക്കപ്പെടുന്നത്. എൻ്റെ ജനമേ, നിങ്ങൾ അവരുടെ പാപങ്ങളിൽ പങ്കുചേരാതിരിക്കേണ്ടതിന് പുറപ്പെട്ടു പോരുവിൻ. ബാബിലോണിയ പ്രവാസികൾക്ക് പുറപ്പാടിനുള്ള പുത്തൻ ആഹ്വാനം യെശയ്യാപ്രവാചകന്റെ പുസ്തകം 48-ാം അധ്യായം 20-ാം വാക്യത്തിലും 52-ാം അധ്യായത്തിലുമൊക്കെ നമ്മൾ വായിക്കുന്നു. അത് അനേകർക്കും പ്രതികരിക്കാൻ വിഷമമുള്ള സുവാർത്തയായിരുന്നു. അവരെ സുരക്ഷിതത്വവും സമൃദ്ധിയും ഉപേക്ഷിച്ച് യെരുശലേമിലേക്ക് മടങ്ങുകയും കടുത്ത വിഷമ സാഹചര്യങ്ങളിൽ യെരുശലേമിൻ്റെ പുനർനിർമ്മിതി നടത്തുകയും വേണമായിരുന്നു. ഈ വേദഭാഗം വളരെ ശക്തമായി നമ്മോട് സംസാരിക്കുന്നതാണ്. ഏറെക്കുറെ 70 വർഷത്തെ അടിമത്തത്തിൽ നിന്ന് അവിടെ നിന്ന് വിടുതൽ പ്രാപിച്ച് കോരശ് ബാബിലോണിനെ പിടിച്ചടക്കുമ്പോൾ മടങ്ങി യഹൂദയിലേക്ക് വരാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ട്. എങ്കിലും ചിലർ മടങ്ങാതെ അവിടെ തന്നെ കഴിഞ്ഞുകൂടി. അപ്പോൾ ബാബിലോണിൻ്റെ സുഖത്തിലും അതിൻ്റെ ഒരു സമ്പന്നതയിലും അവിടുത്തെ സൗകര്യങ്ങളിലുമൊക്കെ ആകർഷകരായി അവിടെ തന്നെ കഴിഞ്ഞുകൂടുന്ന ജനങ്ങളോട് പറയേണ്ട അല്ലെങ്കിൽ പറഞ്ഞ വാക്കാണ്, എൻ്റെ ജനമേ, നിങ്ങൾ അവരുടെ പാപങ്ങളിൽ പങ്കുചേരാതിരിക്കേണ്ടതിന് പുറപ്പെട്ടു പോരുവിൻ. ഇത് ഇന്നും മുഴങ്ങിക്കേൾക്കുന്ന ഒരു ശബ്ദമാണ്. ഒരു പക്ഷേ നമ്മളോടും. നമ്മൾ ഏതെല്ലാം വിധത്തിൽ ആകർഷണീയരായി എവിടെയെങ്കിലും തളച്ചിടപ്പെടുന്നുവോ അതിൽ നിന്ന് പോരുവീൻ എന്ന് വളരെ ശക്തമായി ദൈവവചനം നമ്മെയും ഓർമ്മിപ്പിക്കുന്നു. പുതിയ ദിവസത്തിൻ്റെ പ്രഭാതത്തിൽ ആ ഒരു ഓർമ്മ, ആഹ്വാനം
നമ്മയും കൂടുതൽ ബലപ്പെടുത്തട്ടെ. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. കരുണ നിറഞ്ഞ വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ മറ്റൊരു പ്രഭാതം കൂടെ ദാനമായി നൽകിയല്ലോ. നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. പ്രഭാതം മുതൽ പ്രദോഷം വരെയും ഇന്നത്തെ അടിയങ്ങളുടെ പ്രവർത്തന മേഖലകളിലും ഞങ്ങളുടെ ആവശ്യങ്ങളിലും യാത്രകളിലുമൊക്കെ കർത്താവിൻ്റെ കൃപ കൂടെ ഇരിക്കണമേ. ദുഃഖത്തിലും പ്രയാസത്തിലുമായിരിക്കുന്നവർക്ക് ആശ്വാസവും ധൈര്യവും പകരണമേ. കർത്താവെ, മറ്റ് ആവശ്യഭാരങ്ങളോടുകൂടി അവിടുത്തെ സന്നിധിയിലായിരിക്കുന്നവർക്ക് വഴിയും വാതിലുമായി അവിടുന്ന് കൂടെ ഇരിക്കണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർ, വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കരുണയുടെ ദിനങ്ങൾ, കർത്താവെ, സമാധാനത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും ദിനങ്ങൾ അവർക്കെല്ലാവർക്കും പുതുതായി നൽകണമെന്ന് യേശു മശിഹ മൂലം അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും കാവലും നാം എല്ലാവരോടും കൂടെ ഇപ്പോഴും എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.